ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ, കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. ഒരു ദിവസം ഞാൻ എന്തെല്ലാം ക്ലീനിങ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഞാൻ തുടങ്ങുന്ന പോലെ തന്നെ കിച്ചണിൽ നിന്ന് തന്നെ ആദ്യം ക്ലീനിങ് തുടങ്ങി കേട്ടോ. കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് ഒരു 12-12:30 ഒരു ടൈമൊക്കെ ആയിട്ടോ. ഇന്നൊരു ഷോർട്സ് വീഡിയോ എടുക്കാനുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ കഴുകാനായിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഓൾറെഡി പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ആകെ 2-3 പാത്രം ഉണ്ടാവുള്ളൂ, അത് മാത്രം കഴുകാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൂരി ഭാജിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉരുളക്കിഴങ്ങ് മസാല കറിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുട്ടച്ചോറാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ ഷോർട്സ് എടുക്കാനുണ്ടായി. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അത് ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പിന്നെ എക്സ്ട്രാ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്ന് ജനലിലും കാര്യങ്ങളൊക്കെ നല്ല പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയെടുക്കൽ പണിയുണ്ട്. അപ്പോൾ ഫുള്ള് ടേബിളൊക്കെ മടക്കി അതൊക്കെ എടുത്ത് നീക്കി വെക്കണ പണിയിലാണ് കേട്ടോ. പിന്നെ ജനലൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. തുടയ്ക്കലില്ല കേട്ടോ, വാക്യൂം ക്ലീനർ കൊണ്ട് ഇങ്ങനെ പൊടി വലിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അത് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇല്ലെങ്കിൽ ഓരോന്നും തുടച്ച് കുറേ ടൈം എടുക്കും. പിന്നെ ഇവിടെ ഇല്ലേ എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് പൊടി കയറും. നമ്മൾ ഈ ജനലിങ്ങനെ അടക്കാറില്ല കേട്ടോ. അത് ഒരു സൈഡിൽ കാണാം, നെറ്റുള്ള ഡോറാണ്. അപ്പോൾ അതിങ്ങനെ അടക്കാറില്ല. വേറെ വെന്റിലേഷൻ ഇവിടെ കുറവായതുകൊണ്ട് ആ ഒരു ജനൽ എപ്പോഴും തുറന്നിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അകത്തേക്കും പൊടിയും കയറും, ജനലിലും നല്ല രീതിക്ക് പറ്റി പിടിക്കും. അപ്പോൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ. പെട്ടെന്ന് ആ ഒരു പണി കഴിയും. അപ്പോൾ അതൊക്കെ വേഗം തുടച്ച് പിന്നെ ടേബിളൊക്കെ അതേപോലെ തന്നെ എടുത്ത് വെച്ച് പിന്നെ അതൊക്കെ ടേബിളും ഒന്ന് തുടച്ച്, ടേബിളും എല്ലൊക്കെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടോ. വീട് വൃത്തിയായി കിടന്നാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്, ഒരു സന്തോഷമല്ലേ വീടൊക്കെ വൃത്തിയായി ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. പിന്നെ എനിക്ക് ഈ വൃത്തിയാക്കിയിട്ട് ആ ഒരു സ്ഥലം പിന്നെ ഇങ്ങനെ വന്ന് നോക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കുണ്ട് അങ്ങനെ? എനിക്കുണ്ട് കേട്ടോ. വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കും, നല്ല ഭംഗിയുണ്ടല്ലോ എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്നലെ ഡ്രസ്സ് കഴുകിയിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തുണി ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. മെഷീനൊന്നും ഇല്ല നമുക്കിവിടെ, അപ്പോൾ കല്ലിൽ തന്നെ അലക്കണത്. അപ്പോൾ രാവിലെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഈ കമ്പിമേലൊക്കെ എടുത്തിടും കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ചെറിയൊരു വെയിൽ വരും, അപ്പോൾ ആ വെയിൽ കൊണ്ടാലൊന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതാണ്. ഇടയ്ക്ക് അങ്ങനെ കിട്ടാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നേരെ റൂമിൽ വന്നത് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ആ ഒരു പണികളൊക്കെ ചെയ്തിട്ടോ. റൂമിലൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ, നല്ല രീതിക്ക് പൊടി കയറും. ബെഡിലൊക്കെ ആണെങ്കിലും പൊടി കയറും. അപ്പോൾ ബെഡിൽ നിന്നും ഞാൻ വാക്യൂം ക്ലീനർ കൊണ്ട് പൊടി വലിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും വലിയ ഉപകാരമാണത്. അങ്ങനെ ഈ ഒരു ജനലും ഞാൻ വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കർട്ടനൊക്കെ നേരെ ഇട്ട് കണ്ടു, അതൊക്കെ നേരെ ഇട്ടു. പിന്നെ ഇവിടെ മടിച്ച് വാരി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പരിപാടി. എല്ലാം ക്ലീനിങ് കഴിഞ്ഞു വേണ്ട, ആകെ ഒരു റൂമും ഹോളും കിച്ചണും മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.